വയർ കിട്ടണം. അപ്പോൾ അത് 6ന്റെ ഒരു സൈഡ് പകുതി 3 ഇഞ്ചിന് റൗണ്ട് കിട്ടണം. ഇനി നമ്മളിതിനെ സ്ക്വയറിനൊക്കെ ആക്കിയിരിക്കും. അപ്പോൾ സ്ക്വയർ നേരെ വരച്ചു കൊടുക്കുക. നമ്മൾ 5.5 ഇഞ്ചിൽക്കും ലെവൽ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ത്രീ പീസ് കട്ടിങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴുത്തിന്റെ ഇതിന് ഈ സെൻട്രൽ എടുക്കരുത്. നമ്മളെ ഷോളിന്റെ അവിടുന്ന്, അതായത് കഴുത്തിന്റെ അവിടുന്ന് കൈ ഫിറ്റിങ്ങിന്റെ അവിടുന്ന് ഒരു 1.5 ഇഞ്ച് സ്പേസ് മതി. ആ മാർക്കിങ്ങിന് നമ്മള് എത്ര ഇഞ്ചുണ്ട് നോക്കുക. ചെസ്റ്റ്, അതായത് ഷോളിന്റെ അവിടുന്ന് 5.5 ഇഞ്ചാണ് ഇതിന്റെ വൺ സൈഡ് കിട്ടിയിട്ടുള്ളത്. ഈ 5.5 ഇഞ്ചിന് ചെസ്റ്റിന്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക, ഷേപ്പിന്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി സീറ്റിന്റെ അവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, 5.5 പോലെ 5.5 കൂടി 1 ഇഞ്ച് കൂടി 93 കൂടി, അപ്പൊ 6.5 ഇഞ്ച്. താഴോട്ട് ഫ്ലെയറിൽ എത്തുമ്പോഴേക്ക് നമുക്ക് അത് നേരുള്ളത് ഒരു 8.5-9 വരെ ആവാം. 9 ഇഞ്ച് വരെ നമ്മൾ 3 പീസിന്റെ കട്ടിങ് ഫ്ലെയർ ആവും. ഇനി ഇതിനെ നമ്മൾ നേരെ ലെവൽ സ്കെയിൽ എടുത്തിട്ടുള്ള മാർക്ക് ചെയ്ത ഷേപ്പ് വരെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അവിടുന്ന് അങ്ങോട്ട് ചെരിഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഷേപ്പ് സ്കെയിൽ എടുക്കുക. ഷേപ്പ് സ്കെയിൽ എടുത്തിട്ട് ഇതിന് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഷേപ്പിന്റെ അവിടുന്ന് സീറ്റിലോട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് അതിനനുസരിച്ച് തന്നെ നമ്മൾ 3 പീസിന്റെ താഴോട്ട് അതുപോലെ തന്നെ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുക. 3 പീസിന്റെ കട്ടിങ്ങിന്റെ മാർക്കിംഗ് ആണ് ഇപ്പോൾ നമ്മൾ വരച്ചത്. ഇതാണ് മാർക്ക്. ഇതിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഫ്ലെയർ കുറവായി. ഇനി നമുക്ക് സൈഡിൽ ഫ്ലെയർ ഇല്ല. ഫ്ലെയർ എത്ര അത്രയും കൊടുക്കാം. ഇപ്പം സീറ്റ് വരെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അവിടെ അങ്ങോട്ട് ഇവിടെ നമുക്ക് ജോയിന്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ ജോയിന്റിന് ഞാൻ പീസ് വെച്ച് കെട്ടിത്തരാം. ബാക്കും ഫ്രണ്ടും നമുക്ക് 4 പീസ് നമുക്ക് ജോയിന്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഫ്ലെയർ ഇവിടെ ജോയിന്റ് വരാൻ പാടില്ല. നമ്മൾ ഈ പീസ് തന്നെ നമുക്ക് കിട്ടണം. അപ്പൊ നമുക്ക് മാക്സിമം ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഫ്ലെയർ നമുക്ക് റൗണ്ട് ചെയ്ത് കട്ടിട്ട് സൈഡ് 2-3 ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാ രീതിയിൽ കഴുത്തും ബാക്ക് ഫ്രണ്ടും കഴുത്ത് ഒരുമിച്ച് കട്ട് ചെയ്യാം. നമ്മൾ ഫ്രണ്ട് കഴുത്ത് നമ്മൾ 5 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഇത് നമുക്ക് ബാക്കും ഫ്രണ്ട് സ്ക്വയറിലാണ് പറ്റുന്നത്. അപ്പൊ സ്ക്വയർ ആയിട്ട് തന്നെ ബാക്കും ഇറക്കിയിട്ടും കട്ട് ചെയ്യാം. ബാക്കും ഫ്രണ്ടും ആദ്യം ഒരുമിച്ച് കട്ട് ചെയ്യും. ഷോൾഡർ ഒരു അരയിഞ്ച് ഷേപ്പ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 1 ഇഞ്ച് ഷേപ്പിൽ കൊടുക്കുക. ഇത് നമ്മൾ സാധാ ചെയ്യുമ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കുക. 1.5 ഇഞ്ച് തുന്നിട്ട് ഷേപ്പ് വരെ ആ തുമ്പന്നെ മതി. സീറ്റിന്റെ അവിടുന്ന് താഴോട്ട് പോകുന്നതോട് നമുക്ക് മാക്സിമം കിട്ടുന്ന ഫ്ലെയർ, അതിനാണ് ഫ്ലെയർ ഈ പീസ് ഇട്ട് കാണിച്ചിരുന്നത്. ഇങ്ങനെ തുണി നമുക്ക് ഫ്ലെയർ എത്ര വേണമെങ്കിലും അങ്ങോട്ട് പോകാം. അതാണ് 3 പീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇനി നമുക്ക് അടിക്കാനുള്ള തുമ്പിന് നമ്മളിന്ന് തൊട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്ക് 3 പീസിന്റെ കട്ടിങ് ആണ്. 3 പീസിന്റെ കട്ടിങ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് മാർക്ക് ഒന്നും നോക്കണ്ട. മാർക്ക് ചെയ്തിട്ട് മാർക്കിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് മാറ്റിവെക്കാതെ ഫ്ലെയർ ഉള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. ഇതാണ് 3 പീസ് കട്ടിങ് എന്ന് പറയുന്നത്. ഇത് ഫ്രണ്ട് പീസ് വന്നു. ഫ്രണ്ട് ഒരു ഭാഗമാണ് വന്നത്. ഇനി മറ്റേ പീസ് ഇടുന്ന ജോയിന്റ് വരും. ഇത് കഴുത്ത് വന്നു. ഇനി നമ്മളെ മാറ്റി വെച്ചാൽ 4 പീസ് ഉണ്ടാവാൻ വേണ്ടത്. ഇത് 2 ഫ്രണ്ടിക്കും 2 ബാക്കിക്കും. ഇനി ഇതിന് നമ്മള് ഇവിടെ നമ്മൾ തുമ്പ് അരഞ്ച് ഇട്ടിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കണം. അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതാണ്. ഇത് ഫ്ലെയർ താഴോട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്ലെയർ എത്ര നമുക്ക് കൊടുക്കാം. ഇങ്ങനെ 2 പീസ് എടുത്തിട്ട് ഫ്രണ്ടിന്റെ 2 ഭാഗത്തും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്ക് പീസ് ഇതുപോലെ തന്നെയാണ്. ബാക്ക് പീസിന് ഇത് 2 പീസ് മാറ്റി വെച്ചാണ് ഇത് ബാക്ക് പീസിന് ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്.
അപ്പൊ 3 ടോപ്പിന്റെ കട്ടിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. ബൈ.